പണമുണ്ടെങ്കിൽ എല്ലാം താനെ വന്ന് ചേരും. നിനക്കിപ്പോ എന്താ പ്രശ്നം? എന്താന്ന് വെച്ചാ പറ. അബിക്ക് സ്വത്തുണ്ട്, അഖിലിനും ഭാസ്കറിനും അതില്ല. അതിന് അവരുടെ ചെറിയ പ്രായം മുതല് 3 പേരെയും ഒരുപോലെയാ വളർത്തിയത്. അതുകൊണ്ട് ഇപ്പോഴുള്ള സ്വത്ത് 3 പേർക്കും തുല്യമായി ഭാഗിക്കണം. ഇത് നിന്റെ തീരുമാനമാണോ അതോ അവരെടുത്ത തീരുമാനമാണോ? ആദ്യം ഏട്ടന്റെ തീരുമാനം എന്താണെന്ന് പറയേ. ചോദ്യത്തിന് മറുചോദ്യം ഒരിക്കലും ഉത്തരമാവില്ല ജയന്തി. സ്വത്തിനു വേണ്ടിയാണല്ലേ അഭിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? പറ ജയന്തി, അഭിയേക്കാൾ അവന്റെ സ്വത്താണോ നിങ്ങൾക്ക് വലുത്? സ്വത്തിനേക്കാൾ അബിയാണ് എനിക്ക് വലുത്. പക്ഷേ അഖിലിനും ഭാസ്കറിനും കൂടി സ്വത്തുക്കൾ എന്തെങ്കിലും വേണമല്ലോ. സ്വത്ത് വേണമെന്ന് അവരാവശ്യപ്പെട്ടോ? ഞാൻ ചോദിക്കാണ്. അഭിയെ വളർത്തിയതിന് കൂലി ചോദിക്കാണോ നീ? നമ്മുടെ സ്വന്തം മക്കളുടെ ഭാവിയെപ്പറ്റി എനിക്ക് നല്ല ആശങ്കയുണ്ട് ഏട്ടാ. അഭി ഉള്ളപ്പോ നിനക്ക് ഒരു പേടിയും വേണ്ട. നിന്നെയും എന്നെയും അഭി എങ്ങനെ സംരക്ഷിക്കുന്നുവോ അവന്റെ ജ്യേഷ്ഠനെ അനിയനെയും അതുപോലെ തന്നെ സംരക്ഷിക്കും. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ഏട്ടനീ പറഞ്ഞത് ശരിയാ. നാളെ നമ്മൾ ഇല്ലാതാവുമ്പോ ആരെങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്വത്ത് ഭാഗം വെച്ച് കൊടുത്താൽ. നിർത്ത ജയന്തി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വീണ്ടും എന്റെ മുമ്പിൽ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം മിണ്ടിപ്പോകരുത്. എന്നോട് അല്പമെങ്കിലും നിനക്ക് ബഹുമാനമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. അഭിയില്ലാതാവുമ്പോഴാ നിങ്ങൾ വഴിയാധാരമാകാൻ പോകുന്നത്. തനിയെ ഒന്നും ചെയ്യാൻ അറിയാത്ത ഭാസ്കറും എക്സ്പീരിയൻസ് ഇല്ലാത്ത അഖിലും ഈ സ്വത്തുക്കളെല്ലാം എപ്പോഴേ അന്യാധീനപ്പെടുത്തി കളഞ്ഞേനെ. നീ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയും നാൾ നമ്മുടെ വീടും നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ സ്വത്തുക്കളും സംരക്ഷിച്ച് നിലനിർത്തി. എന്റെ ഏട്ടൻ ഏതോ ഒരു മൂല കിടന്ന് ഉറങ്ങായിരുന്നു. അബി വിളിച്ച ഉടനെ പാഞ്ഞെത്തി. എന്നാ നിങ്ങൾ രണ്ടുപേരും വിളിച്ചാ പോലും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. തന്നോളം വളർന്ന കുട്ടികളെ നോക്കി വായി തോന്നുന്നതൊക്കെ പറഞ്ഞ് അപമാനപ്പെടുത്തുക. എന്റെ മരുമക്കൾ എന്താ നാണം കെടുത്താ നോക്കുക? ഇവരെക്കാളും കൂടുതൽ ആന്റിക്കാണല്ലോ ഫീൽ ചെയ്യുന്നത്. ഇത് സത്യാണോ അതോ നാടകമാണോ? എന്റെ തല പുകയുന്നത് പോലെ തോന്നുക. പോരാത്തതിന് ആ വസു പരിഹസിച്ച് ചിരിക്കുകയും ചെയ്തു. വസുവേട്ടത്തി ചിരിച്ചെന്നോ? ഞാൻ കണ്ടില്ലല്ലോ ആന്റി. ആ, നിങ്ങൾ ആരും കണ്ടില്ല, പക്ഷെ ഞാനത് കണ്ടല്ലോ. പക്ഷെ ആ അഭിച്ചക്കന് അഹങ്കാരം ആകാശത്തോളം പൊങ്ങി. ഈ വീട്ടില് ഞാനാണ് വലിയവനെന്ന രീതിയില് അഹങ്കാരത്തോടെ നോക്കുകയും ചെയ്തു. ഇവർക്കെന്താ ദിവ്യ ദൃഷ്ടിയുണ്ടോ? ആരും കാണാത്ത കാര്യങ്ങളൊക്കെ ഇവര് മാത്രം കാണുകയാണല്ലോ. അതൊക്കെ പോട്ടെ. ബസു ചിരിച്ചാലും അഭി അഹങ്കരിച്ചാലും സ്വത്ത് മുഴുവൻ അവരുടേതാണല്ലോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാണോ മാനോ ഇല്ലാതെ അവര് തരുന്ന കൂജയിലെ വെള്ളവും കുടിച്ച് കഴിയേണ്ടി വരും. ഇളയമേ, ആ, എന്താടാ അവരുടെ കൂജയിലെ വെള്ളം കുടിക്കാതെ നിങ്ങളെന്താ പമ്പയാറിലെ വെള്ളാണോ കുടിച്ചോണ്ട് നടക്കുന്നേ? അവൻ കൈകൊണ്ട് വിതറുന്ന എച്ചിൽ ചോറല്ലേ നിങ്ങളൊക്കെ കഴിക്കുന്നേ? ഞങ്ങൾക്ക് ഇനി ആ ഗതിയൊന്നും വന്നിട്ടില്ല. ഞങ്ങളൊന്നും ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരല്ല. ആ ദിവസം വരാനേ വലിയ താമസമൊന്നും വേണ്ട. ഓരോ ദിവസവും വസുവിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ വളർച്ച കൂടിക്കൂടി വരിക. ആ കുഞ്ഞെങ്ങാനെ ഈ ഭൂമിയിലേക്ക് ജനിച്ച നിങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അർഹത പോയതുപോലെയാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളെ പേടിപ്പെടുത്താതെ പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം ആന്റി.
പെട്ടെന്ന് തന്നെ വസുവിന്റെ അബോർഷൻ നടക്കണമെന്നും ആ കുട്ടി മരിക്കണമെന്നും അപ്പോഴേ സ്വത്ത് മൊത്തം നിങ്ങൾക്ക് സ്വന്തമാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അബോഷൻ ആവുന്നതിന് വേണ്ടി ഓൾറെഡി 2 തവണ ട്രൈ ചെയ്തില്ലേ? ബാഡ് ലക്ക്, 2 ഫെയിൽ ആയിപ്പോയി. ആ 2 പ്ലാനും പറഞ്ഞു തന്നത് ഈ ആന്റി അല്ലേ? ഇത്തവണ നമ്മൾ സ്ട്രോങ് ആയിട്ട് പ്ലാൻ ചെയ്യണം. എങ്ങനെയെങ്കിലും വസുവിന്റെ ഗർഭം കലക്കണം. ആദ്യം അതൊക്കെ പറയും. നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് ഫെയിൽ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത്രയും വയസ്സായി ഒരു പ്രയോജനമില്ല. ഒരു നല്ല പ്ലാൻ പോലും പറയില്ല. ആരാ പറഞ്ഞ എനിക്ക് പ്രായമായെന്ന്? കൂടിപ്പോയ ഭാസ്കറിനേക്കാളും അല്പം കൂടുതൽ, അത്രേ ഉള്ളൂ. ശരിയാ, എന്നെക്കാളും കുറച്ച് പ്രായം കുറവാണെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക്. എന്താ കളിയാക്കിയത്? പിന്നെ എന്താണെന്നാ കുന്തിരിക്ക പോയിക്കുന്നതും ഗ്രീൻ ടീ കലക്കുന്നതും ഈ പ്ലാനുകളൊന്നും അല്ലാതെ വേറെന്തെങ്കിലും നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പറയും, നോക്കാം. ഏട്ടാ, നോക്ക്, അഭിയേട്ടനും വസുവേട്ടത്തിനും ഇടയിൽ വീണ്ടും എന്തോ കോൾഡ് വാർ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. 2 പേർക്കിടയിലുള്ള പ്രശ്നം വലുതാക്കാൻ ഇത് തന്നെ ബെസ്റ്റ് ടൈം. ഈ സമയം വസുവേട്ടത്തിക്ക് അബോർഷൻ നടന്നു കഴിഞ്ഞാൽ 2 പേരുടെയും വഴക്ക് വലുതായി പ്രശ്നമായിക്കോളും. ആ, നാളെ ഏതോ പിക്നിക്കിന് പോകാനിരിക്കുക. ഇന്ന് തന്നെ അബോർഷൻ പ്ലാൻ വർക്കൗട്ട് ആക്കിയ വസുവേട്ടത്തി കരഞ്ഞോണ്ടിരിക്കും, നമ്മളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. പിക്നിക്കും എൻജോയ് ചെയ്യാം. അതെടി, ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളുടെ ഗർഭം കലക്കണം. അങ്ങനെ അവള് കരയണം, നമുക്ക് ചിരിക്കണം. എല്ലാരും കൂടി ചേർന്ന് നല്ലൊരു വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കണം. വസുവിന്റെ ഗർഭം മാത്രമല്ല, അവള് മരിച്ചാലും കുഴപ്പമില്ല. അത്രയും അപകടകരമായ പ്ലാൻ നമ്മൾ ആലോചിക്കണം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എങ്ങനെ കൊല്ലണമെന്ന് നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കുമ്പോ അങ്ങോട്ട് നോക്കിയേ, കുട്ടികളായിട്ട് കളിച്ച് സന്തോഷിക്കുന്നേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം വസുവേട്ടത്തിക്ക് അറിയില്ലല്ലോ. വസുവിനെ ആ സ്റ്റെപ്പിന്ന് താഴേക്ക് തള്ളിയിടുകയാണെങ്കിൽ അവളുടെ ഗർഭം കലങ്ങില്ലേ? വസുവേട്ടത്തി എങ്ങനെ താഴെ വീഴും? നീ തള്ളുമ്പോ അവള് പോയി വീഴില്ലേ? ഞാനോ? ആ, നീ തന്നെ അതിന് നല്ലത് കാർത്തിക. നീ ചെന്ന് അവളോടൊപ്പം പോയി കളിക്കേ. വസു ഇപ്പൊ അവളുടെ കണ്ണിൽ തുണി കെട്ടിയിട്ട് നിൽക്കുവല്ലേ. നീയാണോ കുട്ടികളാണോ തള്ളിയിട്ടെന്ന് ഒരിക്കലും അറിയാനും പോകുന്നില്ല. അതെ കാർത്തിക, ഇത് തന്നെ കറക്റ്റ് ടൈം. വേഗം ചെല്ല. കാർത്തികേ, എടുത്തി, നീ എവിടെ പോകുന്നു? അത് വസുവേട്ടത്തി കുട്ടികളോടൊപ്പം കളിക്കല്ലേ. എന്താ, നിനക്ക് കളിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ശരി വാ, ഞാനും കൂടെ വരാം.
ആ ഇപ്പൊ ജോലിയൊന്നുമില്ല, ഹാപ്പി ആയിട്ട് കളിക്കാം. ചെല്ല് ചെല്ല്. വസു. ആ ടൈമില്ല, തള്ളിയിട്. അമ്മേ. ഛേ, ഇതെല്ലാം എന്റെ സ്വപ്നമായിരുന്നു. കുട്ടികളായിട്ട് കളിക്കാനായിട്ട് വേറെ കളിയോ വേറെ സ്ഥലമോ ഒന്നും കിട്ടിയില്ലേ തനിക്ക്? സോറി ഏട്ടത്തി, അവിടെ സ്റ്റെപ്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സാരമില്ല കാർത്തികേ. മക്കളെ, അച്ഛന് ദേഷ്യം വന്നെന്നാ തോന്നുന്നത്. ഇനി കളിച്ചത് മതി, നിങ്ങൾ ചെന്ന് പഠിക്കാൻ നോക്ക്. വാ പോവാ. ചെല്ല്. വസു, അഭി ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി അവനെ സമാധാനിപ്പിക്ക്. ശരി ചേച്ചി. ഈ പ്ലാനും കൂടി വേസ്റ്റ് ആയി പോയല്ലോ.
അയ്യോ നമ്മുടെ ഓരോ പ്ലാനും ഫെയിൽ ആയി പോവാണല്ലോ. അഭിയുടെ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ വസുവെട്ടത്തി താഴെ വീണേനെ. എത്ര നല്ല പ്ലാനാ നീ നശിപ്പിച്ചത്. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഇത് ശരിക്കും നല്ല പ്ലാൻ ആയിരുന്നടാ. അത് നമുക്ക് നല്ലത് വരാനായിരുന്നടാ പ്ലാൻ. പക്ഷേ വസുവിന്റെ സമയം കൊള്ളാം. ഒരു ഇടി വെച്ച് എന്നാലുണ്ടല്ലോ. നിങ്ങളെ പിടിക്കും. അമ്മേ, അയ്യോ അയ്യോ, എടാ എന്ത് ചെയ്യാനാ, എന്റെ സമയം ശരിയല്ല. ഏട്ടാ, ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തു പറ്റിയേട്ടാ? താൻ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണോ ചെയ്തേ? താനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം? ഓൾറെഡി ഉണ്ണിയുടെ അമ്മയാണ്. ദാ ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. താൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ തനിക്ക്? അങ്ങനല്ല ഏട്ടാ, ഇന്നേട്ടൻ കുട്ടികളെ പിക്നിക്കിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നില്ലേ? പെട്ടെന്ന് അത് നാളത്തേക്ക് മാറ്റിയെന്ന് അറിഞ്ഞപ്പോ കുട്ടികളാകെ വിഷമിച്ചു. അതുകൊണ്ട് അവരെ കുറച്ചു നേരം സന്തോഷിപ്പിക്കാൻ വേണ്ടി. തനിക്ക് കുട്ടികളോടൊപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് റൂമുണ്ട്, ഹാളുണ്ട്. എന്തിന് ലോണിൽ വേണമെങ്കിലും കളിക്കാലോ. പഠിക്കട്ടെ തന്നെ വേണമായിരുന്നു. ആ സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ അപകടം ഉണ്ടാവുമായിരുന്നു. ഓൾറെഡി താൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ഹോസ്പിറ്റലൈസ് ആയതാണ്. ഇത്ര പെട്ടെന്ന് ആ കാര്യം മറന്നോ? ഓർമ്മയുണ്ട് ഏട്ടാ. തനിക്ക് ഒരു ഓർമ്മയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. താൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ആളാകെ മാറിപ്പോയി. സ്വത്ത് മുഴുവൻ എന്റേതാണെന്നുള്ള അഹങ്കാരം തന്റെ തലയ്ക്ക് പിടിച്ചോ? അതോ ഇനി ഏട്ടനും അഖിലിനും ഒരു സ്വത്തും ഇല്ലെന്നുള്ള കുറവ് തന്റെ മനസ്സിനകത്തുണ്ടായോ? എനിക്ക് ഈ സ്വത്തിനോടൊക്കെ ആർത്തി ഉണ്ടെന്നാണോ പറയുന്നത്? ഞാൻ കുട്ടികളുമായിട്ട് കളിക്കുന്നതും ഏട്ടൻ ഇപ്പൊ പറഞ്ഞ കാര്യം തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? തനിക്ക് സംഭവിക്കാനിരുന്ന അപകടം തന്നെയാണ് ഇതിന്റെ ഉത്തരം. താൻ ഇന്ന് താഴെ വീണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ കുറ്റം ഏട്ടത്തിക്ക് മേലോ കാർത്തികയുടെ മേലോ പഴിചാരുമായിരുന്നു. അവര് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏട്ടൻ അതിര് കടന്ന് സംസാരിക്കുക. എനിക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ചിന്തിച്ച്? ഈ വീട്ടിലുള്ള എല്ലാവരും മാറിപ്പോയെന്ന് എന്തിനാ പറഞ്ഞേ? ഒരു തവണ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായ പിന്നെ പെട്ടെന്നൊന്നും അത് പോവില്ല. അത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്.
ഇനി ഒരു തവണയും കൂടെ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. എന്റെ ഫാമിലി എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്കത് സഹിക്കില്ല. അപ്പോ ഈ ഫാമിലി എന്റേതല്ലെന്നാണോ? ആ ചിന്ത തനിക്കുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത്. രണ്ടാമത് പറയുന്ന ശീലം എനിക്കില്ല. ഏട്ടന് ആവശ്യമില്ലാത്ത ദേഷ്യ എന്നോട് കാണിച്ചോണ്ടിരിക്കുന്നെ. ഞാൻ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ എന്റെ മേലിൽ അടിച്ചേൽപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതൊന്നും ക്ഷമയോട് കേൾക്കുന്ന പോലുമില്ല. താൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ അമ്മയോട് പോലും താനിപ്പോ ശരിക്കും സംസാരിക്കുന്നില്ല. അവർക്കൊക്കെ എന്ത് വിഷമമുണ്ടെന്നറിയോ? ഇപ്പൊ അച്ഛൻ തിരിച്ചു വന്നിരിക്കുക. അദ്ദേഹത്തെ നീ വിഷമിപ്പിക്കുമെന്ന ഇപ്പൊ എന്റെ പേടി.